UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വീഡിയോ CPMന്റെ ഫേസ്ബുക്ക് പേജിൽ. പത്തനംതിട്ട CPMന്റെ പേജിലാണ് വീഡിയോ പങ്കുവച്ചത്. പാലക്കാട് എന്ന സ്നേഹവിസ്മയം എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോയുള്ളത്. പാലക്കാട് മണ്ഡലത്തിൽ വീട് കയറിയുള്ള രാഹുലിന്റെ പ്രചരണമാണ് വീഡിയോയിൽ കാണുന്നത്. അതേസമയം അബദ്ധം പിണഞ്ഞതെന്ന് മനസ്സിലായതോടെ മിനിറ്റുകൾക്കകം തന്നെ വീഡിയോ നീക്കം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അപ്പോഴേക്കും വീഡിയോ പങ്കിട്ടതിന്റെ സ്ക്രീൻ റെക്കോർഡ് വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇന്നലെ രാത്രിയോടെയാണ് സംഭവം. 63,000-ഓളം ഫോളോവേഴ്സ് ഉള്ളതാണ് പേജ്. പത്തനംതിട്ട CPMന്റെ ഔദ്യോഗിക പേജ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ പേജ് വ്യാജമാണെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പറഞ്ഞത്. സംഭവം CPMനെ വലിയ തോതിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആരാണ് പേജിന്റെ അഡ്മിൻ പാനലിൽ ഉള്ളതെന്ന വിവരം പുറത്തു വന്നിട്ടില്ല. അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. പത്തനംതിട്ടയിലെയും പാലക്കാട്ടെയും CPMകാരുടെ പിന്തുണ തനിക്കുണ്ടാകുമെന്ന് നേരത്തെ തന്നെ താൻ പറഞ്ഞിരുന്നതല്ലേ എന്നാണ് രാഹുൽ പ്രതികരിച്ചത്. കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അല്ലാത്തവരുടെ പിന്തുണ തനിക്ക് കിട്ടും. പത്തനംതിട്ടയിൽ വിഭാഗീയതയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് രാഹുൽ പ്രതികരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട്ടെ CPM വോട്ടുകൾ ഷാഫി പറമ്പിലിന് ലഭിച്ചതായി നേതാക്കൾ തന്നെ സമ്മതിച്ചിരുന്നു. ഇക്കുറിയും അത്തരത്തിൽ CPM വോട്ടുകൾ രാഹുലിന് അനുകൂലമായി മറിയുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കോൺഗ്രസ് വിട്ടെത്തിയ P സരിനെ പാർട്ടിക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലെന്ന ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വോട്ടുകൾ രാഹുലിന് അനുകൂലമായി മറിഞ്ഞേക്കുമെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. അതേസമയം കടുത്ത CPM വിമർശകനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിനാൽ ഷാഫിക്ക് ലഭിച്ച വോട്ടുകൾ ഇക്കുറി CPMൽ തന്നെ നിൽക്കുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണ BJP ജയിക്കുമോ എന്ന ഭയത്തിൽ മതേതര വോട്ടുകൾ മറിഞ്ഞതാണെന്നും ഇക്കുറി BJP മണ്ഡലത്തിൽ വലിയ മത്സരം കാഴ്ചവെക്കുന്നില്ലെന്നും CPM പറയുന്നുണ്ട്. അതിനാൽ പാർട്ടി വോട്ടുകൾ ഇത്തവണ തങ്ങളുടെ പെട്ടിയിൽ തന്നെ വീഴുമെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ആവേശം നിറഞ്ഞ പ്രചരണത്തിനൊടുവിൽ വയനാട്ടിലും ചേലക്കരയിലും ഇന്ന് വൈകിട്ട് 5-ന് കൊട്ടിക്കലാശം നടക്കും. നാളെ നിശബ്ദ പ്രചരണമാണ്. 13-നാണ് ഇവിടങ്ങളിൽ വോട്ടെടുപ്പ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. കൊട്ടിക്കലാശത്തിൽ വയനാട്ടിൽ UDF സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയും മുൻ MP രാഹുൽ ഗാന്ധിയും പങ്കെടുക്കും. ഇരുവരും ഒരുമിച്ച് റോഡ് ഷോയും നടത്തും. രാവിലെ സുൽത്താൻ ബത്തേരിയിലും വൈകിട്ട് തിരുവമ്പാടി പരിസരത്തുമാണ് റോഡ് ഷോ. പ്രിയങ്കയുടെ കൊട്ടിക്കലാശം ശക്തിപ്രകടമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. 100 കണക്കിന് പ്രവർത്തകരെ അണിനിരത്താനാണ് നീക്കം. പ്രിയങ്കയ്ക്ക് രാഹുൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷമാണ് ഇക്കുറി UDF സ്വപ്നം കാണുന്നത്. മണ്ഡലത്തിൽ കൂടുതൽ ദിവസം പ്രിയങ്ക പ്രചരണത്തിനെത്തിയത് ആവേശമായിട്ടുണ്ടെന്നും വോട്ട് ഉയരുമെന്നും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം LDF ക്യാമ്പും ആത്മവിശ്വാസത്തിലാണ്. രാഹുലിനെ പോലെ പ്രിയങ്കയും മണ്ഡലം ഉപേക്ഷിച്ചു പോകുമെന്നാണ് തുടക്കം മുതൽ LDF ചർച്ചയാക്കിയത്. ചേലക്കര മണ്ഡലത്തിൽ ഇക്കുറി അതിശക്തമായ പോരാട്ടത്തിനാണ് വഴിയൊരുങ്ങിയത്. LDFും UDFും തമ്മിലാണ് ഇവിടെ പോരാട്ടം. UR പ്രദീപിലൂടെ മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് CPMന്റെ പ്രതീക്ഷ. ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണം വിജയം കണ്ടെന്നാണ് CPM കരുതുന്നത്. മാത്രമല്ല പാലക്കാട്ടെ വിവാദങ്ങളെയെല്ലാം കരുതലോടെ കൈകാര്യം ചെയ്യാനായി എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. അതേസമയം പാലക്കാട്ടെ വിവാദങ്ങൾ ചേലക്കരയിലും LDFന് തിരിച്ചടിയാകുമെന്നാണ് UDF ക്യാമ്പ് കരുതുന്നത്. ഭരണവിരുദ്ധ വികാരം ചർച്ചയാക്കിയായിരുന്നു രമ്യ ഹരിദാസിന്റെ പ്രചരണം.